ഹലോ മക്കളെ, വെൽക്കം ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. മക്കളെ, മാത്സ് എക്സാം കഴിഞ്ഞു, ഹിന്ദി എക്സാം കഴിഞ്ഞതാ വന്നിരിക്കുകയാണ്. അപ്പോൾ ഫിസിക്സ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്, അല്ലെങ്കിൽ പ്രിപ്പറേഷൻ തുടങ്ങാൻ പോവാണെന്ന് എനിക്കറിയാം. കുറേ ആളുകൾ മെസ്സേജ് ആയിട്ടും നേരിൽ കാണുമ്പോഴൊക്കെ ചോദിക്കുന്നുണ്ട്, സാറേ ഫിസിക്സ് എക്സാം ടഫാവോ? കാരണം പല ആൾക്കാരും പറഞ്ഞു മാത്സ് എക്സാം മിക്കവാറും നല്ല ടഫായിരിക്കും, നന്നായിട്ട് പഠിച്ചോ, അടിപൊളിയായിട്ട് പഠിച്ചോ, അല്ലെങ്കിൽ മാത്സ് നിങ്ങൾ പെടും എന്ന് പറഞ്ഞപ്പോഴും മാത്സ് എക്സാം സിമ്പിൾ ആയിരുന്നു അല്ലെ, വളരെ സിമ്പിൾ ആയിരുന്നു. പക്ഷേ അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഏതെങ്കിലും ഒരു എക്സാമിലേക്ക് ടഫ് ആവാനുള്ള സാധ്യത ഉണ്ട്. അത് മിക്കവാറും നമ്മുടെ ഫിസിക്സിലേക്കാവും. ടഫ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുക, എപ്പോഴും സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനിലേക്ക് എത്താം, അതൊരു അപ്ലിക്കേഷൻ ലെവലിലേക്ക് എത്താം, അതിന് സാധ്യത എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, +1 +2 സയൻസ് വിഷയങ്ങളൊക്കെ നല്ല ലെവലിലേക്ക്, അതായത് ഒരു സ്റ്റാൻഡേർഡ് ലെവലിലേക്ക് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ 10th എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ്റെ നിലവാരങ്ങൾ ഉയർത്താം. ഓക്കെ, അപ്പോൾ മാത്സ് ഇപ്പോൾ പൊതുവെ +2 മാത്സ് ആണ് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് വന്നത്, 10th മാത്സ് ആണ് സിമ്പിൾ ആയിട്ട് വന്നത്. +1 +2 ഫിസിക്സ് ഒരുപോലെ, +1 കഴിഞ്ഞിട്ടില്ല, +2 ഫിസിക്സ് നല്ല അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് 10th പ്രതീക്ഷിക്കാം. ഞാൻ നിങ്ങളെ പേടിപ്പിക്കാനല്ല, അതിനെന്ത് സൊല്യൂഷൻ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഫിസിക്സ് ടഫ് ആയിക്കോട്ടെ, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് അതിൽ 40 ഔട്ട് ഓഫ് 40 വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ നോക്കുന്നത്. അതായത് ഫിസിക്സിൽ A+ ലഭിക്കാൻ ഇനി എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ എന്തു പഠിക്കണം, ഇതാണ് നമ്മൾ ഇന്നത്തെ വിഷയം. എടാ, കൃത്യമായിട്ട് സാറ് പറഞ്ഞാൽ ഈ ലെവലിൽ നിങ്ങൾ പഠിക്കണമെങ്കിൽ 100% സാറ് പറയും നിങ്ങൾക്ക് A+ കിട്ടും, അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും എന്നുള്ളത്. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് റാൻസ് SLC എന്നുള്ള ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. സാറ് സബ്സ്ക്രൈബ് ചെയ്താൽ പുണ്യം കിട്ടും, അങ്ങനെയല്ല പരിപാടി. സബ്സ്ക്രൈബ് ചെയ്താൽ ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മുഴുവൻ സാധനങ്ങളും സാർ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എടാ, എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. എടാ, നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ സാറ് പറയാം. എടാ, പലപ്പോഴും പല കുട്ടികൾക്കും പ്രശ്നങ്ങൾ വരുന്ന ഭാഗമാണ് ഒന്ന് പ്രോബ്ലംസ്, അല്ലടാ പ്രോബ്ലംസ്. ഒന്നാമത്തത് ഒരു 17 മാർക്കിനാണ് പ്രോബ്ലംസ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 2024 പബ്ലിക് എക്സാം 17 മാർക്കിന് പ്രോബ്ലംസ് വന്നിരുന്നു. അതേ വർഷം തന്നെ പ്രോബ്ലംസ് 8 മാർക്കിനും ചോദിച്ചിരുന്നു, ഇത് മോഡൽ എക്സാമിന്. അപ്പോൾ ഒരു 8 മുതൽ 17 വരെ, 16 വരെയാണ് നമ്മൾ പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രോബ്ലംസ് ആണ് ഒന്ന്. രണ്ടാമത്തത് നമുക്ക് ഡയഗ്രംസ് ആണ്, അതായത് വരക്കാനുള്ള ഡ്രോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. 3 മാർക്ക് മുതൽ 5 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വരക്കാൻ വരാം. അടുത്തത് മക്കളെ, അടുത്തത് ഡ്രോയിങ് ടൈപ്പ് കഴിഞ്ഞാൽ, അതായത് പ്രോബ്ലംസ് ടൈപ്പ് ഉണ്ട്, ഡ്രോയിങ് ടൈപ്പ് ഉണ്ട്, സർക്യൂട്ട് ഡയഗ്രംസ് ഉണ്ട്. സർക്യൂട്ട് ക്വസ്റ്റ്യനും 3 മുതൽ ഒരു 4-5 മാർക്കിനുള്ള ക്വസ്റ്റ്യനെ വരുള്ളൂ. സീനുണ്ടാവോ, പ്രശ്നങ്ങൾ ഉണ്ടാവോ? ഇല്ല. എടാ, അതുപോലെ തന്നെ സർക്യൂട്ട് ക്വസ്റ്റ്യൻസും കഴിഞ്ഞാൽ അടുത്തതാണ് പ്രോബ്ലംസ് നമ്മൾ പഠിക്കാം, ഡയഗ്രംസ് പഠിക്കണം, സർക്യൂട്ട് പഠിക്കണം, പിന്നെ തിയറി ക്വസ്റ്റ്യൻസ് ആണ് ബാക്കി ഉണ്ടാവുക. അപ്പം ഈ ലെവലിൽ നിങ്ങൾ പഠനത്തെ സെറ്റ് ആക്കി കഴിഞ്ഞാൽ ആദ്യം ആദ്യം തിയറി പഠിക്കുന്നു, പിന്നെ അതിന്റെ പ്രോബ്ലംസ് സെറ്റ് ആകുന്നു, അതിലുള്ള സർക്യൂട്ട് ഡയഗ്രംസ് ഫുള്ള് സെറ്റ് ആകുന്നു, പിന്നെ ഡയഗ്രംസ് വരച്ച് പഠിക്കുന്നു. ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സാർ ഇതൊക്കെ എവിടുന്നാ പഠിക്കാൻ പറ്റും? മക്കളെ, ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. എടാ, റാൻസ് SLC എന്നുള്ള ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് അവിടുന്ന് വരുന്ന ഫസ്റ്റ് വീഡിയോ ഏതായിരിക്കും? ഫോർമുല ഷീറ്റ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ആയിരിക്കും. എടാ, അതിൽ കംപ്ലീറ്റ് ഫോർമുലാസും സാറ് പറയും. ഒന്നാമത്തെ വീഡിയോ നിങ്ങൾ കാണണം, ഏതാ? ഫോർമുല ഷീറ്റ്. ഓക്കെ, ഫോർമുല ഷീറ്റ്. അതിൽ കംപ്ലീറ്റ് നിങ്ങൾക്കുള്ള ഇക്വേഷൻസും അതിലുണ്ടാവും. രണ്ടാമത് നിങ്ങൾക്ക് തരും ഈ ഫോർമുലാസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസിന്റെ ഇമ്പോർട്ടന്റ് പ്രോബ്ലംസിന്റെ ഒരു വീഡിയോ. ഓക്കെ, മൂന്നാമത് മക്കൾക്ക് തരും ഡയഗ്രംസ്, 25 ഡയഗ്രംസ് വരച്ച് നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു വീഡിയോ. ഇതൊക്കെ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഓക്കെ, ഒരുപാട് സമയമൊന്നുമില്ല. നാലാമത് മക്കൾക്ക് തരും സർക്യൂട്ട് ഡയഗ്രംസ്, സർക്യൂട്ട് മുഴുവൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു വീഡിയോ. ഇതൊക്കെ ഷോർട്ട് വീഡിയോസ്. ഇതൊക്കെ എപ്പോഴാ? ഇന്ന് നിങ്ങൾ കാണണം, ഇന്ന് രാത്രിയോടുകൂടി ഇത് മുഴുവൻ നിങ്ങൾ കണ്ടു തീർക്കണം. പിന്നെ ഈ പ്രോബ്ലംസ് ഉണ്ടല്ലോ, ഇത് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട്, ഫസ്റ്റ് ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും, 3rd ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും, 4th ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും, 5th ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും, ഇങ്ങനെ ആയിട്ട് പ്രത്യേക വീഡിയോസ് ഉണ്ടാവും. അത് എന്തിനാരോ, ഇവിടെ ഞാൻ ഷുവർ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ പറയുള്ളൂ. എല്ലാ ക്വസ്റ്റ്യനും ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു വീഡിയോസും സാർ അപ്ലോഡ് ചെയ്യും. അപ്പൊ അത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് പക്കയായിട്ട് തരാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം വൃത്തിക്കിരുന്ന് പഠിക്കാന്നുള്ള. പിന്നെ 2 ലൈവ് ഉണ്ടാവും. ഒന്നിൽ ഫുള്ള് തിയറി, അതായത് 19-ാം തീയതി സാറ് ചെയ്യാൻ പോകുന്നത്, 19-ാം തീയതി നൈറ്റ് സാർ എന്താ ചെയ്യാൻ പോകുന്നത്, ഫുള്ള് തിയറി മക്കളെ പഠിപ്പിക്കും.
20-ാം തീയതി നമ്മൾ എക്സാമിന്റെ തലേ ദിവസമായിട്ട് ഈ തിയറിയും അതുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റുകളും ക്ലിയർ ആക്കി തരും. ഷുവർ ക്വസ്റ്റ്യൻസും പ്രഡിക്ഷൻ വീഡിയോസും ഉണ്ടാവും. ഓക്കെ, ഇതിൽ ഒരു വീഡിയോസും കൂടെ ഞാൻ മറന്നു. 5ാമതായിട്ട് ഉണ്ടാവുക പ്രഡിക്ഷൻ വീഡിയോ ആണ്. ഏതൊക്കെ ചോദ്യങ്ങൾ വരുന്നുള്ള ക്ലിയർ ആയിട്ട് സാറ് പറഞ്ഞു. അത് മാത്രമേ വരുള്ളൂ. പ്രയാസങ്ങളുണ്ടോ മക്കളെ? പ്രശ്നങ്ങളുണ്ടോടാ? ഫിസിക്സ് ഇനി ടഫ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമുക്കൊരു പ്രശ്നമല്ല. നമ്മൾ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, സാറ് പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഒരു കാര്യം കൂടെ സാറ് പറയാം, അതായത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് അതുപോലെ തന്നെ പേഴ്സണലി ചോദിക്കാം. നമ്പർ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ഇത് കമന്റ് ബോക്സിൽ ഇടാം. ഓക്കെ, മറ്റേ നമ്പർ എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പൊ എനിവേ മക്കളെ, നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ടുള്ള അടുത്ത പല ഓരോ വീഡിയോസിലും നമുക്ക് വീണ്ടും കാണാം. അതുവരെ അടിപൊളിയായിട്ട് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാം. ഫിസിക്സ് എക്സാമിൽ തകർക്കും. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ.